കാലമേ തറപ്പുകാരി രസമറിഞ്ഞു തലമയങ്ങി വളങ്ങടി. കുഞ്ഞു പാപ്പോ, ഈ അമ്പൂന്റെ തലയിൽ എപ്പോഴും സംശയ കറിവെള്ളത്തിൽ കറുപ്പ് കളിക്കാൻ വളമാവോ? എടാ 10 മാസം ഗർഭം ചുവന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ ഇക്കണ്ട കൽക്കണ്ട കനി പോലത്തെ ചക്കകളും താങ്ങി നിൽക്കുകയല്ലേ ഇവള്. ആ ക്ഷീണം അറിയാതെ നല്ല കംപ്രഷനിൽ അങ്ങോട്ട് വളരാനായത്. അമ്പുവേ, നിന്റെ മോക്ക് നഴ്സിംഗ് കോളേജിൽ ചേരാൻ പണം വേണമെന്ന് പറഞ്ഞില്ലേ നമ്മളെ? മാസം പോലെ നിൽക്കണ കഴുത. ചേച്ചേ, അയില ഇച്ചിരി കൂടെ മുരിയായിരുന്നില്ലേ? ഇല്ലേ മക്കളെ? പൂച്ചകൾ പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. കൊല്ലം, ആലുവ എന്നിവിടങ്ങളിൽ 5600 രൂപ, ആലപ്പുഴ ആ ഒക്കാനും നായർ പഠിപ്പിച്ചില്ല. തിരുവല്ലയിൽ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ 5800 രൂപ, കോട്ടയം 5800 രൂപ, പാല 5500 രൂപ. ഇതൊന്നും ഇവന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല. ചേച്ചേ, ആ നായർ എന്ന കാശിന്റെ കണക്കെന്ന് പറഞ്ഞു. ജോജോന് ഒരു ഗൈഡ് വാങ്ങി 150 രൂപ. ഷാലിയുടെ കണ്ണാടിയുടെ ഫ്രെയിം മാറ്റി 350 രൂപ. പിന്നെ കൊച്ചുമോക്ക് ഒരു കഫ് സിറപ്പ് വാങ്ങി 36 രൂപ. കൂടെ ഒരു കോംപ്ലാനും മേടിച്ചു. അത് വേണ്ടായിരുന്നല്ലോ. നല്ല ഒന്നാന്തരം വെച്ചൂരി പശുക്കൾ കൂട്ടിയിപ്പില്ലേ. നാട്ടുവിശേഷം ഇനി നാളെ രാവിലെ 7:35. അപ്പൊ ശരി, നീ 1000 രൂപയുടെ ഫ്രീ ഊറ്റി വെച്ച് ആ 5 ഏക്കർ മേടിച്ചതല്ലേ? നീ ഞൊട്ടും. ആ 5 ഏക്കർ വാങ്ങിച്ചതിന് വേണം ഈ കടത്തിണ്ണെ പോയി തുടങ്ങാൻ. മോശമായി പോയി കുഞ്ഞി പാപ്പ. എന്നാലും പാപ്പയെ വഴിയിലിറക്കി വിട്ടത് വളരെ മോശമായി പോയി. സൂര്യനാട് കുഞ്ഞിന്റെ 2ാമത്തെ സൃഷ്ടി അത്ര മോശക്കാരനാ? കുഞ്ഞോ കൊടുക്കണമുണ്ട്. നീ എന്താടാ കഴിച്ചത്? ഞാനോ? ഞാനോ മണവാട്ടി കണ്ട വിടക്ക് മണവാട്ടി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇവിടെ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഞാൻ നിനക്ക് തരുന്നതല്ലേ? ഞാൻ കുഞ്ഞായിരിക്കും. മണവാട്ടിയുടെ ആകെയുള്ള കുഴപ്പം ഇതാ, കേൾവിയുടെ ഇൻക്രിമെന്റ് ഇത്തിരി കുറയും. ട്രാക്ടറോ ഇതിനകത്തോ? ഇതാരെന്റെ സൂസി മോളോ? ഇത് എവിടുന്ന് കിട്ടി? ആ മുണ്ടുപാലത്തേക്കെന്ന് ഒന്നും പറയണ്ട എന്റെ പാപ്പേ. ഹോം സയൻസ് കോളേജിൽ നിന്ന് ഇറങ്ങിയതും സ്ട്രൈറ്റ് ഫാസ്റ്റ് കിട്ടി. കൃത്യം കട്ടച്ചിറ വന്നപ്പോ വണ്ടിയുടെ എന്തോ പ്ലേറ്റ് ഒടിഞ്ഞെന്ന്. ഒരു കണക്ഷൻ ബസ് നോക്കി നിന്നിട്ട് ഒന്നേതിക്ക് കയറ്റിയ ആള്. അല്ലേ വായു ഗുളികയ്ക്ക് പോകുന്ന സ്പീഡ്. മണിക്കൂർ 2 പോയി. അപ്പൊ തേണ്ടടാ വരുന്നു ഇടിച്ചിടിച്ച് നമ്മുടെ കട്ടച്ചിറ പിന്നാക്കനാട്. നീ ആയിരുന്നോ? നീ ഹോസ്റ്റലിലെ ആ മാതാവിന്റെ മുന്നിൽ നിൽക്കുന്ന വരിക്കപ്ലാവ് കാച്ചോടി. മച്ചിപ്ലാവ് വെട്ടി കണ്ടിച്ച് സിസ്റ്റർ തീയിലിട്ടു. അപ്പോ മണ്ണും ചതിക്കും അല്ലേടി? ആ, നിന്നെ പോലെ ചില ജന്മം മണ്ണിലും ഉണ്ടാവൂടാ. മതിയായില്ലേ?
2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് കയറിയില്ല. ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, വരിക്കപ്പിലാവ് കാച്ചോന്ന്. കെട്ടിക്കാതെ വെച്ചിട്ട് അവളുടെ മൂക്കീന്ന് പല്ലിറങ്ങി. അഞ്ചാണ്ടിരുന്നാൽ മഞ്ചാടിക്കും വില കിട്ടും അല്ലേടാ പാപ്പേ? ഒരു 10 ചെറുക്കന്മാര് കണ്ടേച്ച് പോയല്ലോ. എന്നിട്ട് അവർക്കാർക്ക് അവളെ പിടിക്കാതെ പോയില്ലല്ലോ. ശ്രീധനം കൊടുക്കാതെ വെള്ളം ഇറങ്ങാത്ത 5 ഏക്കർ കല്ലും മണ്ണും കൊടുക്കാന്ന് പറഞ്ഞ ഇക്കാലത്ത് ചെറുക്കന്മാരെ കിട്ടുമോ അല്ലേ? എടാ, വെറും ഭൂമിയിൽ പണിയെടുക്കാൻ സന്മനസ്സുള്ളവന്മാര് കെട്ടിയാ മതി അവളെ. അങ്ങനെയാണെങ്കിൽ ആ കാടി കലക്കിയ അമ്പുവിനെ കൊണ്ട് അവളെ ഒരു 2ആം കെട്ട് കെട്ടിക്കാം. അവനാവുമ്പോ ഒറ്റ ദിവസം കൊണ്ട് 5 ഏക്കർ കിളക്കുകയും ചെയ്യും. എന്താ? എടാ, കാശിറക്കി മോളെ കെട്ടിക്കാണ്ട് ഈ ഭൂതക്കണ്ണാടി കൂടെ കണക്ക് നോക്കി തുപ്പല തൊട്ട് എണ്ണി കൂട്ടി വെക്കുന്നതേ ആ 2ആം കെട്ട് കുഞ്ഞിമേരീച്ചിലുണ്ടായ ചെറുക്കൻ കോവക്കയുടെ ചുവട്ട് കൊണ്ടുപോയി കൂട്ടിടാനാ. തുറക്കടാ, നല്ല ആട്ടും കരളാ. എന്താ കുഞ്ഞുമാപ്പിളെ, ഇവൻ ഈ ആട്ടിൻകരൽ കൊടുത്ത് കണക്കിന് മണ്ടനാക്കി കളഞ്ഞല്ലോ. ഇവന്റെ മാർക്കറിയോ? 100-ൽ 15. 46 അധികം 54 എത്ര പൊന്നു? ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേ. എടോ കണക്കാ, എന്റെ മകൻ കൂട്ടാൻ മാത്രം പഠിച്ചാ മതി. ഭൂമിയുടെ സ്പന്ദനം കണക്കിലല്ല, മണ്ണിലാ. പൊന്ന ആ കിളവൻ ശരിക്കും നിന്റെ ആരാ? എന്റെ അപ്പൻ. അയ്യോടെ പൊന്ന, ഞാൻ വിചാരിച്ച ആ പാപ്പോയി എങ്കിലാ നിന്റെ അപ്പനെന്ന്. കിളവന്മാർക്ക് എങ്ങനെയാടാ പിള്ളേരുണ്ടാവുക? ഇന്ന് കാന്തം പറയുവാ കുഞ്ഞിപ്പാപ്പ എന്റെ അപ്പനല്ല മുത്തശ്ശനാന്ന്. അവൻ ആള് തുറപ്പനാണല്ലോടാ. അവന്റെ മുത്തശ്ശ അവരോട് പറഞ്ഞിട്ടുണ്ട് പോലും 50 വയസ്സായ കുട്ടികളുണ്ടാവത്തില്ല. അതവന്റെ ആ കളവിക്കായിരിക്കും. നിന്റെ അപ്പനുണ്ടാവുന്ന് പോയി പറയടാ. അതെന്നാടാ അപ്പ? കുഞ്ഞിപ്പാപ്പ എന്റെ പാപ്പോയും കണ്ട ഒരുപോലെ ഇരിക്കുന്നേ. അവൻ എന്റെ മോനായതുകൊണ്ട്. പൊന്നും കുഞ്ഞിപ്പാപ്പ പോലെയല്ലോ ഇരിക്കുന്നേ. എന്നാല് പറഞ്ഞു, വലുതാവുമ്പോ നീ എന്നെ പോലാകും. ആ തെണ്ടി അതെങ്ങനെ പോട്ടടാ. പോയി കൈയും കാലും കഴിയും മക്കളെ. മുല്ലശ്ശേരി വക്കീല് അടിയന്തരമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ കുമ്പകുത്തിക്കാത് കുത്തി ചെമ്പടിച്ച് കുലുക്കി കുത്തി തരികടന്നു. ജോപ്പാൻ, നിന്റെ 100 പോയത് തന്നെ പോയില്ലടാ. എടാ പാപ്പോയേ, ഞാൻ ഇന്നലെ പുതിയ SIയുടെ കൂടെ ആ ചെട്ടിയെ കണ്ടു. ഓൻ വീണ്ടും പാറവെടിക്കുള്ള പുറപ്പാടാണോ? കുഞ്ഞിപ്പാപ്പ അവനെ കോടതി കയറ്റി പൂട്ടിയിട്ടിരിക്കല്ലേ, അനങ്ങത്തില്ല. മതിയോ. കുമ്പകുത്തിക്കാത് ഉള്ള ആടിന്റെ കരളൊക്കെ അടിച്ചിട്ട് എന്റെ അപ്പന്റെ മോന്റെ കനവേ. രാഴ്ചൻ പറഞ്ഞ പോലെ നിന്റെ അപ്പൻ ഞങ്ങളെ മുക്കോടാ. കണ്ട അലവലാതെ ഐസ് ഫ്രൂട്ട് മേടിച്ചെന്ന് നീ നിന്റെ വയറ് ചീത്തയാക്കരുത് കേട്ടോ. എന്താ മമ്മാലിക്ക അവനെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലടാ, നിന്റെ മടി കയറിയുള്ള അവന്റെ ആ ഒരു ഒട്ടിയുള്ള ഇരിപ്പും കളിയും ഒക്കെ കണ്ടറിയാം. അവന്റെ വിചാരം നീ അവന്റെ അപ്പനാണെന്നാ. മമ്മുക്ക, അവൻ എനിക്കുണ്ടായതല്ലേലും ഉണ്ടായതുപോലെ. എന്റെ അമ്മ മരിക്കുമ്പോ കുഞ്ഞിപ്പാപ്പ 2ാമതൊരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അമ്മ അത്ര സ്നേഹമായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഞങ്ങളുടെ സൂസിമോക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ ആവശ്യമാണെന്നും പറഞ്ഞ് ചെലമ്പിക്കുന്നേല് ഉണ്ണി വാര്യര് വിടാതെ അപ്പനെ നിർബന്ധിക്കുമായിരുന്നു 2ാം വിവാഹത്തിന്. ആദ്യം കേട്ടപ്പോ എനിക്ക് ഒരു ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു. ഇവനെ കാണുമ്പോ തോന്നും ആ 2ാം കെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയനെന്ന്. പടച്ചോനെ, അവന്റെ ഒരു വിദ്യയെ
പെറ്റിട്ട് മുലകുടി മാറുന്നതിന് മുമ്പേ മഞ്ഞപ്പിത്തം കയറി പിടിച്ച് അവന്റെ അമ്മേനെയും പടച്ചവും കൊണ്ടുപോയില്ലേ? ഇങ്ങടെ എടുത്ത് ചാച്ച് കുത്തിവെക്കണ പിള്ളേരെ. പേരെഴുതിയ ബോർഡർ റെഡി. എന്റെ ജോജോ വാച്ച് കിടക്കി കുഞ്ഞുമിശയുടെ കയ്യിൽ പണല്ലോ. പണിക്കാരൻ അമ്പുവിന്റെ മോൾക്ക് നഴ്സിംഗിന് പോവാ 10,000. മോനെ, സൂര്യനാട്ട് രാരിച്ചിന്റെ തലയില് ബുദ്ധിണ്ട്, നിന്റെ അപ്പന്റെ തലയിലേ ഞാൻ പുലിയാടാ പുലി. എന്റെ ജോജോ വാച്ച് കമ്പനി തുടങ്ങാൻ എനിക്ക് 501 മതി. ബാർ സോപ്പോ? ആ, ബാർ സോപ്പ് തന്നെ. മോനെ ജോജോ, നിന്റെ അപ്പം പുലിയുടെ ബുദ്ധി കണ്ടോടാ. കേറിയിരിക്കാൻ ഇട ഉണ്ടാക്കുന്നതിന് മുമ്പ് ബോർഡ് എഴുതി ചെന്ന. വെറുതെ അല്ല കുഞ്ഞുപാപ്പ എനിക്ക് കിടക്കുന്ന ദൂരം 10. ഈ രാരിപ്പയുടെ ബുദ്ധിയാ. അപ്പന്റെ ബുദ്ധി ആരാരിപ്പിക്ക് കിട്ടിയിരിക്കുന്ന നിന്റെ പൊടിനാവ ഞാൻ ഊശിക്ക് കുത്തുവേ. അപ്പനല്ലേ പറയാറ്. ഇതെന്തിനാടാ വഴി കിടക്കുന്ന ഈ ധർമ്മക്കാരുടെ ചിരട്ടയൊക്കെ പറക്കിക്കൊണ്ട് വരുന്നത്? നിന്റെ കയ്യെ വല്ല പിത്ത പൊണ്ണും വരും കൊച്ചേ. ഒന്നെ നീ ചേർത്തെന്തിനാന്ന് അറിയാവോ കുഞ്ഞിപ്പാപ്പ? കണ്ടാട്ടെ എന്നാടാ മക്കളെ ഈ പഴയ കോഴിക്കൂട്ടി ആരോടും വിടണമെന്ന് പറഞ്ഞാ തുടങ്ങിയേ ചേർത്ത കൃഷി. കടുക്, നെല്ല്, പയറ്.